ഹായ്, വെൽക്കം ടു ദേവ്സ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പൊ ഞാൻ പുതിയൊരു ഫേസ് പാക്കുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അതെല്ലാം കയറി കാണണം. നിങ്ങളുടെ അഭിപ്രായം പറയണം. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ സ്കിന്നിന് അല്ലെങ്കിൽ ഫേസിൽ എന്ത് ഇഷ്യൂ ആണോ അപ്പോൾ ഉള്ളത്, ആ ഇഷ്യൂ മാറാനുള്ള പായ്ക്കുകൾ പല രീതിയിലുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പായ്ക്ക് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കല്ലേ. അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഫേസിലുള്ള ടാൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനും സ്കിൻ നല്ല ഗ്ലോ ആവാനുള്ള ഒരു പായ്ക്കുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഫേസിൽ മാത്രമല്ല, നമുക്കിത് ദേഹം മൊത്തം ഇടാൻ പറ്റുന്ന ഒരു പായ്ക്ക. ഫുൾ ബോഡിയിൽ നമുക്ക് ഇടാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഉണ്ടാക്കുമ്പോൾ കുറച്ചേറെ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ കൈയും കാലും, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മിക്ക പായ്ക്കുകളും നമുക്ക് ബാക്കി എന്തായാലും വരും. അത് നമുക്ക് കയ്യിലും കാലിലും ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വാഷ് ചെയ്യുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഇടുവാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര സൂപ്പർ ആയിരിക്കും. എപ്പോഴും നമ്മുടെ ഹാൻഡ് ഒക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. അപ്പൊ അതിന് പ്രത്യേകം നമ്മൾ ടൈം മെനക്കെടേണ്ട കാര്യമില്ല. അപ്പൊ അതുപോലത്തെ ഒരു പായ്ക്കാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫുൾ ബോഡിയിൽ നിങ്ങൾ കുറച്ച് ഏറെ ആക്കുവാണെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതൊക്കെ ആ ഒരു ടൈമിൽ തന്നെ അത് വെക്കുകയൊന്നും വേണ്ട. നമ്മൾ ബോഡിയിൽ തേക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് അങ്ങ് വാഷ് ഔട്ട് ചെയ്താൽ മതി. ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ടിരിക്കും. നമ്മുടെ ഫുൾ ബോഡി നല്ലതായിട്ട് ഗ്ലോ ആവും. പിന്നെ മുഖത്ത് നമ്മൾ ഇന്നത്തെ പായ്ക്കെന്ന് പറയുന്നത് ടാൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനും ഒക്കെയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ അതേപോലെ ഈ ബ്രൈഡ്സിനൊക്കെ നമ്മൾ കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിയുമ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് ബ്യൂട്ടി സംഭവങ്ങളൊക്കെ ചെയ്യുമല്ലോ. സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിൽ കുറെ കാര്യങ്ങൾ ചെയ്യും, അതേപോലെ പാർലറുകളിൽ പോയി ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്കായത്. നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. ലൈവായിട്ട് ഞാൻ റിസൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്. റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളിയായിട്ടുള്ള പായ്ക്ക. അപ്പൊ വീണ്ടും വീണ്ടും പറയുന്നില്ല, ഒരുപാട് പറയുന്നില്ല. അപ്പൊ നമുക്ക് പായ്ക്ക ഉണ്ടാക്കാൻ തുടങ്ങാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പായ്ക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന 1 ടീസ്പൂൺ കടലമാവാണ്. അതിലോട്ട് നമുക്കിനി വേണ്ടത് കോൺഫ്ലോർ. അത് 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പൊ എത്ര കടലമാവ് എടുക്കുന്നോ അത്രയും തന്നെ കോൺഫ്ലോർ എടുക്കാനൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നോർമൽ മഞ്ഞൾപ്പൊടി എടുക്കുന്നത്. കസ്തൂരി മഞ്ഞളാണെങ്കിൽ നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ വരെ എടുക്കാവേ. പിന്നെ മിക്സ് ചെയ്യാനുള്ള ആവശ്യത്തിന് പാലൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. എന്നിട്ട് മുഖത്തും കഴുത്തിലും ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ കടലമാവ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ്. pH ലെവൽ കൂട്ടാനും പിന്നെ നല്ലപോലെ ക്ലെൻസ് ചെയ്യാനും പിന്നെ എക്സ്ഫോളിയേറ്റ് ആവാനും സ്കിൻ നല്ലപോലെ ഗ്ലോ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കടലമാവ്. അതേപോലെ നമ്മൾ എടുത്തേക്കുന്നത് കോൺഫ്ലോർ. സ്കിന്നിലുള്ള ഡെഡ് സെൽസ് മാറാനും റെഡ്നെസ് മാറാനും അതേപോലെ വൈറ്റമിൻ എ ഇൻക്രീസ് ചെയ്യാനും ഓയിലി സ്കിന്നുകാർക്ക് അടിപൊളി. ആ ഓയിലിനെസ് ഒരുപാട് ഇത് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം തന്നെ നമ്മുടെ മുഖത്തുള്ള കുരുക്കള് പിമ്പിൾസ് ഒക്കെ മാറ്റാനും സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോൺഫ്ലോർ. പിന്നെ പാല് നമ്മൾ മിക്ക ഇൻഗ്രീഡിയൻ്റ് ആയിട്ടും മിക്ക പായ്ക്കിലും യൂസ് ചെയ്യുന്നതാ. അത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ സ്കിൻ നല്ലപോലെ വൈറ്റൻ ആവാനും പായ്ക്ക് ഇട്ട് കഴിഞ്ഞ് ഞാനൊരു 10 മിനിറ്റ് ഫേസിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചാണ് കഴുകുന്നത്. അപ്പോൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്, അതേപോലെ നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട്. നിങ്ങൾ കാണുമല്ലേ ലൈവായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ പായ്ക്ക് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ, അതേപോലെ നിങ്ങൾ റിസൾട്ടും കണ്ടല്ലോ. അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ലൈവായിട്ട് കണ്ടല്ലോ. ആ ഒരു ചേഞ്ച് എന്റെ ഫേസിനുണ്ടാവുന്ന ടാൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനും നല്ല പൊളിയാ. പിന്നെ മിക്ക ആൾക്കാരും ഇപ്പൊ എനിക്കൊക്കെ ഉള്ള പ്രശ്നമാണ് അൺഈവൻ സ്കിൻ ടോണാ. ചില ഇവിടെയൊക്കെ ഇങ്ങനെ ഡാർക്ക് ആയിട്ടിരിക്കും. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കും നല്ല അടിപൊളിയാ ഇത്. അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല ഗ്ലോ ആവാൻ ഹെൽപ്പ് ചെയ്യും, നല്ലപോലെ ബ്രൈറ്റൻ ആവാനും ഹെൽപ്പ് ചെയ്യും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഈ പായ്ക്ക് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ എങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളതും പറയാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.